morning children. How are you all? I hope you all are happy. Next we are going to study about separation of substances in chapter 5. Separation of substances. What do you mean by separation? There are many instances when we notice a substance being separated from a mixture of materials. Tea leaves are separated from the liquid with a strainer while preparing tea. Grain is separated from stalks while harvesting. So, these all are examples of separation. നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു മിക്സ്ചറിൽ നിന്ന് എങ്ങനെയാണ് മെറ്റീരിയൽസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അതിന് എക്സാമ്പിൾസ് നമ്മൾ ടീ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഫ്റ്റർ ദ പ്രിപ്പറേഷൻ ഓഫ് ടീ വി ക്യാൻ സെപ്പറേറ്റ് ടീ ലീവ്സ് ആൻഡ് ലിക്വിഡ്. ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രെയിൻസ്, ധാന്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് സ്റ്റോക്കിൽ നിന്ന് അല്ലേ, കറ്റയിൽ നിന്ന് ഗ്രെയിൻസ് സെപ്പറേറ്റ് ചെയ്ത് ധാന്യങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഗ്രെയിൻസ് സ്റ്റോക്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതിനൊരു എക്സാമ്പിളാണ്. സെപ്പറേഷൻ ഒരു എക്സാമ്പിളാണ്. അനദർ എക്സാമ്പിൾ ഇൻ ചാപ്റ്റർ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഗിന്നി അല്ലേ. കോട്ടൺ സീഡ്സിൽ നിന്ന് കോട്ടൺ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എന്ത് പ്രോസസ്സിൽ കൂടെയാണ്? ഗിന്നിങ് പ്രോസസ്സിൽ കൂടെയാണ്. അതും ഒരു സെപ്പറേഷൻ മെത്തേഡാണ് അല്ലേ. കോട്ടണെ സെപ്പറേറ്റ് ചെയ്ത് കോട്ടൺ സീഡ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതും ഒരു സെപ്പറേഷൻ മെത്തേഡിന് എക്സാമ്പിളാണ്. ക്ലിയർ? അങ്ങനെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിനെ മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സിനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇമാജിൻ യു ആർ ഗിവൺ എ ഗ്ലാസ് ഓഫ് സാൻഡ് വിത്ത് സോൾട്ട് മിക്സ്ഡ് ഇറ്റ്. വി cannot separate it usual method. It is impossible. You know that. We cannot separate sand and salt in usual method. That means separating salt from this mixture by picking out grains of sand by hand. ഈ ഒരു മെത്തേഡിൽ നമുക്ക് സോൾട്ടിനെയും സാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എങ്ങനെ? ഗ്രെയിൻസ് സാൻഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത് പോലെ സോൾട്ടും സാൻഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റൊരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ? ഇൻ ടേബിൾ 5.1 why do we separate substances? ഇതിൻ്റെ ആവശ്യകത എന്താണ്? സബ്സ്റ്റൻസസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. We see that before using a substance we need to separate harmful or non-useful substances from mixture. Sometimes we separate even useful components if we need to use them separately. So, in table 5.1, in first column, separation process, second column, purpose for which we do the separation, third column, what do we do with the separated components. Separation process. First example, separate stones from rice. How we can separate? Yes, to separate two different but useful components. Purpose for which we do the separation. അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ്. സ്റ്റോണിനെയും റൈസിനെയും സെപ്പറേറ്റ് ചെയ്തെടുത്താൽ അതിൻ്റെ ആവശ്യകത എന്താണെന്ന് we know. To separate two different but useful components. അതിന് രണ്ടിനെയും ആവശ്യത്തിന് നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട, രണ്ടും ഉപയോഗപ്രദമായിട്ട് മാറ്റേണ്ടതാണ്. നെക്സ്റ്റ്
വാട്ട് ഡു വി ഡു വിത്ത് ദ സെപ്പറേറ്റഡ് കമ്പോണൻസ്? നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്ത കമ്പോണൻസ് ഉപയോഗിച്ച് എന്ത് കാര്യമാണ് ചെയ്യുന്നത്? വി ത്രോ അവേ ദ സോളിഡ് കമ്പോണൻറ്റ്. അപ്പോൾ വേസ്റ്റ് ആയിട്ട് കിട്ടിയ സ്റ്റോൺസിനെ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ പുറത്തേക്ക് കളയുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ചൂണിങ് മിൽക്ക് ടു ഒബ്റ്റെയിൻ ബട്ടർ. മിൽക്കിൽ നിന്ന് ബട്ടർ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? അതൊരു സെപ്പറേഷൻ പ്രോസസ്സാണ്. ടു റിമൂവ് നോൺ യൂസ്ഫുൾ കമ്പോണൻസ്. ആവശ്യമില്ലാത്തതിനെ നമ്മൾ വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്ത് കളയുന്നു. വി ത്രോ അവേ ദ ഇംപ്യൂരിറ്റീസ്. നമുക്ക് കിട്ടിയ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ പുറത്ത് കളയുന്നു. തേർഡ് വൺ, സെപ്പറേറ്റ് ടീ ലീവ്സ് ടു റിമൂവ് ഇംപ്യൂരിറ്റീസ് ഓർ ഹാംഫുൾ കമ്പോണൻസ്. അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാത്ത ഇംപ്യൂരിറ്റീസ്, ഹാംഫുള്ളായിട്ടുള്ള സബ്സ്റ്റൻസ്, കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നു. വി യൂസ് ബോത്ത് ദ കമ്പോണൻസ്. നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ഉപയോഗിക്കുന്നു. വി യൂസ് ബോത്ത് ദ കമ്പോണൻസ്. ഇത്രയുമാണ് ആ ടേബിള് എക്സ്പ്ലനേഷൻ പറഞ്ഞിരിക്കുന്നത്. Next, we are going to discuss about different separation methods. The substances to be separated may be particles of different sizes or materials. These may be solids, liquids or gases may be. So, how do we separate these mixtures? അതിനു വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് സെപ്പറേഷൻ മെത്തേഡ്സ് പറയുന്നത്. സോ ഫസ്റ്റ് സെപ്പറേഷൻ മെത്തേഡ് ഈസ് ഹാൻഡ് പിക്കിംഗ്. For explaining that, we want to do that activity. Activity 2. Bring a packet of grain purchased from shop and spread the grain on a sheet of paper. Do you find only one kind of grain on the paper sheet? No. Are there any pieces of husk, stones or other impurities? Now remove with your hand the pieces of stones, husk and broken grains, etc. So this separation method we can say hand picking method. Hand picking method എന്ന് പറഞ്ഞാൽ ഒരു ഗ്രെയിൻസിനകത്ത് പല തരത്തിലുള്ള ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. സ്റ്റോൺ ഉണ്ടാവും, ഹസ്ക് ഉണ്ടാവും, അതുപോലെ ബ്രോക്കൺ ഗ്രെയിൻസ് ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പിറക്കി മാറ്റിയെടുക്കുന്ന ആ ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലേ? റൈസിനകത്ത് നിന്ന് സ്റ്റോൺ സെപ്പറേറ്റ് ചെയ്ത് എന്താണ്? അത് ഹാൻഡ് പിക്കിംഗ് മെത്തേഡാണ്. അതൊരു സെപ്പറേഷൻ മെത്തേഡാണ്. ക്ലിയർ? ദിസ് മെത്തേഡ് ഓഫ് ഹാൻഡ് പിക്കിംഗ് can be used for separating slightly large size impurities like pieces of dirt, stones, husk, etc. The quantity of such impurities is usually not a very large. In such situations, we find that hand picking is a convenient method for separating substances. ഓക്കെ, നമ്മളിന്ന് സെപ്പറേഷൻ മെത്തേഡ്സിനകത്ത് ഹാൻഡ് പിക്കിങ്ങിനെ പറ്റിയാണ് പറഞ്ഞത്. ഹാൻഡ് പിക്കിങ് സാധാരണയായിട്ട് സ്ലൈറ്റ്ലി ലാർജ് ഇംപ്യൂരിറ്റീസ്, അതായത് കുറച്ച് വലിയ സൈസിലുള്ള ഇംപ്യൂരിറ്റീസ്, ചെറിയ സ്റ്റോൺസ്, അങ്ങനെയുള്ള ഹസ്ക്, അങ്ങനെ കുറച്ച് വലിയ ഇംപ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു ഹാൻഡ് പിക്കിംഗ് മെത്തേഡ് വളരെ യൂസ്ഫുള്ളുമാണ്, കൺവീനിയൻറ്റുമാണ്. ഓക്കെ, ഇതൊരു സിമ്പിൾ സെപ്പറേഷൻ മെത്തേഡാണ്. ക്ലിയർ? സോ നെക്സ്റ്റ്
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെപ്പറേഷൻ മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.